നമസ്കാരം. GCC രാജ്യങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതോടെ സൗദിയിലെ വ്യോമ ഗതാഗതം താറുമാറായിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ വ്യോമപാത അടച്ചത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള സൗദിയിലേക്കുള്ള വ്യോമ ഗതാഗതവും തടസ്സപ്പെട്ടു. എന്തായാലും അബുദാബി, ദുബായ് വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് UAE നിന്നുമുള്ള 20,000-ത്തിലധികം യാത്രക്കാർ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. 20,200 യാത്രക്കാരാണ് വിമാനത്താവളങ്ങൾ മാത്രമായി കുടുങ്ങിക്കിടക്കുന്നത്. യാത്രക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ഹോട്ടലുകളിലേക്കും മാറ്റി എന്നാണ് UAE സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഭക്ഷണവും വെള്ളവും അടിസ്ഥാന സൗകര്യങ്ങളും യാത്രക്കാർക്ക് ഉറപ്പാക്കിയെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യോമപാതകൾ അടച്ചതിനെ തുടർന്ന് ദുബായിലേക്കും പുറത്തേക്കുമുള്ള എല്ലാ സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചതായാണ് എമിറേറ്റ്സ് വ്യക്തമാക്കിയത്. ഞായറാഴ്ച വൈകിട്ട് 3 വരെയാണ് സർവീസുകൾ നിർത്തിവെച്ചത്. അടുത്ത 3 ദിവസത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് 10 ദിവസത്തിനുള്ളിൽ മറ്റൊരു വിമാനം ബുക്ക് ചെയ്യാനാകും. അതല്ലെങ്കിൽ പണം തിരികെ ആവശ്യപ്പെടാമെന്നും എമിറേറ്റ്സ് വ്യക്തമാക്കി. യാത്രയ്ക്കായി വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് വിമാനങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും വിമാന കമ്പനികൾ നിർദ്ദേശം നൽകുന്നുണ്ട്. ഗൾഫിൽ 700-ലേറെ വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിന്നും സർവീസ് നടത്തുന്ന 4,329 വിമാനങ്ങളിൽ ഞായറാഴ്ച 716 റദ്ദാക്കിയിരുന്നു. കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. എമിറേറ്റ്സ്, ഫ്ലൈറ്റ് ദുബായ്, എത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ, ഖത്തർ എയർവേസ്, ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യ, ബ്രിട്ടീഷ് എയർവേസ്, സൗദി ഒമാൻ എയർ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളാണ് സർവീസ് റദ്ദാക്കിയത്. ഗൾഫിൽ 3 വിമാനത്താവളങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ദുബായ്, അബുദാബി വിമാനത്താവളങ്ങൾക്ക് പുറമെ ബഹ്റൈൻ വിമാനത്താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായി. ഒരാൾ മരിക്കുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബുദാബി വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഒരാൾ മരിച്ചത്. ഇവിടെ 7 പേർക്ക് പരിക്കേറ്റു. ദുബായ് വിമാനത്താവളത്തിൽ 4 പേർക്കും പരിക്കേറ്റിരുന്നു. മിസൈൽ ആക്രമണത്തിൽ ബഹ്റൈൻ വിമാനത്താവളത്തിന് കേടുപറ്റി. 1300 രാജ്യാന്തര വിമാനങ്ങളാണ് ദിവസവും സൗദി വ്യോമപാത ഉപയോഗിക്കുന്നത്. ദുബായ്, ദോഹ, അബുദാബി, ബഹ്റൈൻ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള 8 സെക്ടറിലേക്കുള്ള സർവീസുകൾ സൗദി എയർലൈൻസ് മാർച്ച് 2 വരെ റദ്ദാക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി എയർലൈനുകളുമായി ബന്ധപ്പെട്ട് വിമാനങ്ങളുടെ നിലവിലെ യാത്രാസ്ഥിതി ഉറപ്പുവരുത്തണമെന്ന് വിമാനത്താവളം അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെബ്സൈറ്റുകളും ഇമെയിലുകളും മറ്റു മുന്നറിയിപ്പുകളും നിരന്തരം പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. രാജ്യത്തിന് നേരെയുണ്ടായ ആക്രമണം പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ഇറാനെ തിരിച്ചടിക്കാനുള്ള ന്യായമായ അവകാശമുണ്ട് എന്നും സൗദി വ്യക്തമാക്കി. എന്തായാലും UAEക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും ഇക്കാര്യം സൗദി പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സൗദി തലസ്ഥാനമായ റിയാദിലാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ഖത്തറിലും ബഹ്റൈനിലും ആക്രമണം ഉണ്ടായതിനു പിന്നാലെയായിരുന്നു സൗദിയിലും പലയിടങ്ങളിലായി സ്ഫോടനം റിപ്പോർട്ട് ചെയ്തത്.